അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആണ്. പുതിയ വീഡിയോ തരപ്പെടുന്ന ഏറ്റവും സന്തോഷം സന്തോഷമല്ലേ, ഏറ്റവും സന്തോഷം നിറയുന്ന ഒരു ദിവസമാണ്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന പൂവാറ് കടപ്പുറത്താണ്. കാണല്ലോ പൂവാറുള്ള ഗോൾഡൻ ബീച്ചാണ്. പിന്നെ എല്ലാവർക്കും നന്ദി എന്നല്ലാതെ ഒരു വാക്ക് പറയല്ല. കാരണം നമ്മളെ ഇന്ന് 1000-ലധികം പേര് നമ്മൾ പറയാനും നമ്മളെ കേൾക്കാനും നമ്മൾ പറയണത് കേൾക്കാനും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ അതിന്റെ ഇന്നൊരു കേക്ക് കട്ടിക്കാണ് ഇവിടെ. കേക്ക് കട്ടിങ് പിന്നെ നമ്മളിങ്ങനെ നോക്കിയപ്പോ വേറെ എവിടെ പോകുന്നപ്പോ ഇതിനെക്കാട് വേറൊരു നല്ലൊരു സ്ഥലം ഇല്ല. അപ്പൊ പിന്നെ എന്തായാലും വിചാരിച്ചു ഇവിടെ തന്നെ വരാം. അങ്ങനെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. കേക്ക് 1000-ലധികം വ്യൂസ് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ. അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണിന്ന്. അപ്പൊ നമ്മളൊപ്പം ജോലി ചെയ്യുന്ന കൂടെയുള്ള എല്ലാവരും ഇരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് കേക്ക് കെട്ടിയാ അപ്പൊ കേക്ക് കെട്ടിയാൻ തുടങ്ങിയല്ലോ. സതീഷ് അണ്ണന് കയറുകയാണ് ഗായ്സ്. ബീച്ചിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അവിടെ അങ്ങോട്ട് കാണാൻ കഴിയും ഒത്തിരി ആൾക്കാര്. പിന്നെ അവിടെ നമ്മൾ കൊടുത്ത ഒരു ഐസ്ക്രീമിന്റെ വണ്ടി, അതിനൊന്ന് സൂം ചെയ്ത് കാണിച്ചു. പഴയ വണ്ടി ആ ഐസ്ക്രീമിന്റെ വണ്ടി പണ്ട് നമ്മള് വിറ്റതായിരുന്നു. അപ്പൊ അതിവിടെ വന്നപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതവിടെ കിടക്കുകയാണ് ആ വണ്ടി. നല്ല കച്ചവടം കൊണ്ടല്ലേ നന്ദു കുറെ ദിവസം ഓടിയ വണ്ടിയാണത്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഈ 1000 വ്യൂസ് കഴിഞ്ഞത്. കാരണം നമ്മളിതൊന്നും ഒരു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്തായാലും അത് വലിയ ഭാഗ്യമാണ്. പിന്നെ ഞങ്ങളുടെ വിജയമാണ്. പിന്നെ ഇതാണ് നമ്മളെ അനു കുപ്പ്. അപ്പം ഇവരൊക്കെ നമ്മളെ അടുത്ത കൂട്ടുകാരാണ്. എന്തോന്നാണ് അനുവിന് പറയാനുള്ളത്? ഇത് നമ്മക്കൊരു വിജയമാക്കി തീർക്കണം ഗായ്സ്. നമ്മളൊരു വിജയമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു 1000 പേരെന്ന് പറഞ്ഞാൽ നമ്മളത് വലുതാണ്. നമ്മള് 10ാം ക്ലാസ് പരീക്ഷയൊക്കെ ജയിക്കും പോലെ ആയിപ്പോയി നമ്മളെ ഈ 1000 വ്യൂസ് ഒക്കെ കയറിയത്. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. അപ്പം ബീച്ചിലൊക്കെ ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാറാണ്. പൂവാറ് പൊഴിയൂരും കൂടെ ഒരു ജോയിന്റ് ആവുന്ന ഒരു ബീച്ചാണ്. പൊഴിക്കരി എന്നാണ് ഇതിനെ പറയണ. പിന്നെ അടിപൊളിയാണ്. അവിടെ കാണാൻ നല്ല രസമുണ്ട്. വെയിലുണ്ടെങ്കിലും ഒരു കാറ്റുണ്ടല്ലേ. അപ്പൊ നമ്മള് വന്ന വണ്ടി കാണണ്ടേ. നമ്മളെ പെട്ടി ഓട്ടോയിലാണ്. അതോ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പെട്ടി ഓട്ടോയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോ നന്ദു ഇവിടെ ഇരിപ്പുണ്ട്. നന്ദു പോവാൻ റെഡിയായി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മളെ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് എവിടെ പോയത്? ഇവന്മാരിത് എവിടെ പോയത്? എടാ ഇങ്ങോട്ട് പോടാ. അപ്പൊ അങ്ങനെ നമ്മള് ദേവന്മാര് അങ്ങ് എവിടെയൊക്കെ എന്റെ ഇടയിലൊക്കെ പോയി. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് മറ്റേ നമ്മളെ ബോട്ടിന്റെ സർവീസ് ഒക്കെ ഉണ്ട് ഈ സൈഡിൽ കൂടെ തന്നെ. ആൻഡമാൻ നിക്കോബാർ. അങ്ങനെ ഞങ്ങള് ഇനിയിപ്പോ ഇവിടെ തിരിക്കും. ജസ്റ്റ് നമുക്ക് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കേക്കൊക്കെ കട്ട് ചെയ്തൊന്ന് സന്തോഷത്തിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്.
അപ്പോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇത്രയും 1000 വ്യൂസ് കഴിഞ്ഞതുകൊണ്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ തീരുമാനിച്ചു. അപ്പൊ ഒരു 1000 നമുക്ക് ഐസ്ക്രീമിന്റെ കച്ചവടമാണല്ലോ. അപ്പം വിചാരിച്ചു ഒരു 1000 ഐസ്ക്രീം വെച്ച് ഒരു 1-2 പേർക്ക് നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. നമ്മൾ വലിയ പണക്കാരൊന്നുമല്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു 1000 ഐസ്ക്രീം വെച്ച് ഒരു 1-2 കല്യാണം നടക്കാൻ പോകുന്നവർക്ക് നമ്മളൊരു കൊടുക്കാൻ. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവളയാണ് നമ്മുടെ സ്ഥലം. അപ്പം ഈ ചുറ്റുവട്ടത്തായ നമുക്ക് അത്ര എളുപ്പമാണ്. അപ്പൊ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു 1000 ഐസ്ക്രീം വെച്ച് അത് അർഹതപ്പെട്ടവർക്കാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും. 1-2-3 പേർക്ക് കൊടുക്കാൻ നമ്മൾ അത് വില്ലിങ് ആണ്, അല്ലേ എന്തോ? ആ, അപ്പം എന്തായാലും അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ പണക്കാരൊന്നും ആയിട്ടില്ല. നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ ഞാൻ ഈ ഒരു ഇതിൽ പറയുകയാണ്. പിന്നെ യുവമാര് ഇത് എവിടെ പോയത്? അടിപൊളി നല്ല തണുത്ത വെള്ളമാണ് കേട്ടാ. ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അതെ പറഞ്ഞ ഒരു ബോട്ട് നമുക്ക് അതിൽ കയറിയല്ലോ. ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ വൈകിട്ട് ഐസ്ക്രീം കൊടുക്കാറുണ്ട്. കാരണം കല്യാണത്തിന് കുറച്ച് ഐസ്ക്രീം കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ഇനി ബാക്കി ഐസ്ക്രീം കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. മെയിനായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്ത് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, നമ്മൾ കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഐസ്ക്രീം കൊടുക്കാന്ന് പറഞ്ഞ കാര്യം സത്യം പറഞ്ഞാൽ നമ്മളിത് വീഡിയോ ഷെയർ ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടിയൊന്നും അല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ കരുതരുത്. നിങ്ങൾ ഷെയർ ചെയ്താലും ഇല്ലെങ്കിലും അത് ഒരിക്കലും നമ്മൾ ആ രീതിയിലല്ല നമ്മളത് പറഞ്ഞിട്ടുള്ളതും ചെയ്യാൻ പോണതും. അത് നമ്മൾ തികച്ചും അത് എൻ്റെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ അത് വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും. അത് 2-3 പേർക്കായിരുന്നാലും കുഴപ്പമില്ല, ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കും, അല്ലേ എന്തോ? അപ്പൊ അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരും നമ്മളെ പെട്ടിയുടെ ലോഡായിട്ടിരിക്കുകയാണ്. പെട്ടിയുടെ എല്ലാവരും ലോഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോ നമ്മൾ തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത പുതിയ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത് നമ്മൾ വീണ്ടും വരും. അപ്പൊ അതുവരെ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.